Alameti Habibo, Alameti Habibandali, Alameti Habibo, Alameti Habibanda, Alameti Habibo, Yay, Alameti Habibandali, Alameti Habibo. എന്തിന് തുടച്ചിട്ട് റെഡി ആവണല്ലോ. അലമിറ്റി ഹബീബു. അങ്ങനെ രാവിലെ തന്നെ വണ്ടി മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്റെ മോനെ കിടിലനായില്ല, തിളങ്ങനെ നോക്കുക. ആകെ മൊത്തം വേർത്ത് ഞാനാണെങ്കിൽ രാവിലെ തന്നെ എനിക്ക് എന്തിന്റെ പ്രാന്തായിരുന്നു ഇത് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ വന്ന് ബോറടിച്ചിരുന്നപ്പോ വന്ന് ക്ലീൻ ചെയ്ത്. എന്തായാലും ഒന്ന് കുളിച്ചേക്കാ. ഈ പുള്ളി ചാടിയാലോ അല്ലേ വേണ്ട, ചോപ്പ് കുളിക്കുന്നവരാക്കും. എനിക്ക് വയ്യന്നാറും. എന്തായാലും ഇതില് ചാടാം. ഇതെന്തിന്റെ അടിയിൽ എന്റെ ഒരു സാധനം കാണുന്നേ, കേറിയിട്ടൊന്നൊരു ചാടി നോക്കട്ടെ. ഇതെന്താ അടിയിലെന്തുണ്ടല്ലോ? ഇതെന്താ ഇതിന്റെ ഒരു ഡോറ്? ഹായ് ഡോറ്. അപ്പൊ ഇന്ന് എന്തോ കിട്ടും. ഞാൻ ഫ്രാങ്ക്ലിൻ മാമനെ വിളിച്ചിട്ട് വരട്ടെ. ഈ ചെറുക്കനെ എന്താണ് അലറി വിളിക്കുന്ന? ടി വി കാണാനും സമ്മതിക്കത്തില്ലല്ലോ. എന്താ ഷിൻജാനെ വരുന്നു ഫ്രാങ്ക്ലിൻ മാമ ഓടി വാ. എന്റെ പൊന്ന് ഷിൻജാനെ ദേ വരുന്നു. എന്താണ് ഈ ചെറുക്കൻ കിടന്ന് ഓളിട്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഓ ദേ അടിയിൽ നിൽക്കുന്നുണ്ടല്ലോ. എന്താണ് കാര്യം? ഇവിടുത്തെ ചാടാന്നല്ലേ എനിക്ക് വയ്യ. സ്റ്റെയർ അമ്മച്ചി, എന്താണ് ഷിൻജാനെ രാവിലെ തന്നെ അലറി വിളിച്ചോണ്ടിരിക്കുന്ന നീ? എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ മാമ, നിങ്ങളത് കണ്ടാ? നീ എന്ത് കണ്ടോന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കണ്ടോ? എന്താ അങ്ങനെ ചോദിക്കരുതെന്ന്. പൂളിലേക്ക് നോക്ക്. പൂളിലെന്താ? എന്റെ മോൻ, ഇതെന്ത് വീണ്ടും ഒരു ഡോറൊക്കെ വന്നിരിക്കുന്നു ഗൈസ്. ഇതെന്താണാവോ രാവിലെ തന്നെ മനുഷ്യന് പണി ഉണ്ടാക്കാനായിട്ട് ഇവിടെ നീ ടാസ്കണന്റെ കാര്യങ്ങൾ ഇതേ രാവിലെ തന്നെ ഇതേ ഡോറൊക്കെ. എന്റെ പൊന്ന് ഷിൻജാൻ, ഇതിപ്പോ തുറക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ശരി, ഞാൻ എന്തായാലും പോയിട്ട് ഞാൻ 2 ബോംബൊക്കെ എടുത്തിട്ട് വരാം. ഇനിയിപ്പോ അത് നടക്കത്തുള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രനേഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും 2-3 ഗ്രനേഡ് ഇട്ടിട്ട് അത് തുറക്കാൻ പറ്റുമെന്ന് എന്തായാലും നോക്കാം. കാരണം ഇങ്ങനെ ഒരു ഡോർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ സാധാരണ എന്തെങ്കിലും കാണേണ്ടതാണ്. 2 ഗ്രനേഡൊക്കെ ഇട്ട് നോക്കാം. അമ്മച്ചി, ഒരെണ്ണം കൂടെ എടുക്കട്ടെ. എന്റെ പൊന്നുഷിച്ചാട്ട് നീ ഇങ്ങനെ കുറച്ച് നീങ്ങി നിൽക്കുന്നത് തലയും കുത്തി വീണാനപ്പോ. എനിക്കൊന്നും പറ്റൊന്നുമില്ല. എന്തായാലും ഒരെണ്ണം കൂടി ഇട്ട് നോക്കാം. അടുത്തേക്ക് പോണ്ട, ഞാൻ ചത്തു. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ഡോർ തുറക്കാൻ പറ്റുന്നില്ല. 2-3 വെടി വെച്ച് നോക്കട്ടെ. 2-3 വെടിയൊക്കെ വെച്ച് നോക്കട്ടെ. മാമ പൊട്ടനാണോ മാമ? വെള്ളത്തിക്ക് വെടി പോയിട്ടില്ല എന്ന് അറിഞ്ഞൂടെ? എടാ, ഞാനത് ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാതെ തുറക്കാൻ? ഞാൻ അതിന്റെ അടിയിൽ നിന്ന് വല്ല പേപ്പറാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോ നമുക്ക് കുറെ ടാസ്ക് കിട്ടിയായിരുന്നു. അതേപോലെ വല്ല പേപ്പർ എങ്ങാനും ഉണ്ടോ നോക്കി നോക്കട്ടെ. ഒരു മിനിറ്റ്. അമ്മച്ചി, ഗൈസ്, ഇതിന്റെ ഉള്ളിൽ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. ഷിൻജാനെ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പേപ്പർ കിട്ടി. അതിലെന്താ എഴുതിയേക്കുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. ഒന്ന് ടാസ്ക് 1, മേക്ക് കേണൽ ഫ്ലൈ ഇൻ ദ എയർ. ഷിൻജാനെ, കുറച്ച് പണിയുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് ടാസ്കിന്റെ പരിപാടി നോക്കട്ടെ. നീ ഇവിടെ ഈ ഡോർ എങ്ങനെയൊക്കെ തുറക്കാൻ പറ്റുമോ നോക്കി നോക്കുക കേട്ടോ. വല്ല അകത്തുനിന്ന് പോയിട്ട് വല്ല സ്പാൻഡർ സ്ക്രൂ ഡ്രൈവർ ഒക്കെ എടുത്തിട്ട് തുറക്കാൻ പറ്റുമോ നോക്കി നോക്കും. ആ കാര്യം ഞാൻ ഏറ്റു മാമ. ഒന്നും കൊണ്ട് പേടിക്കണ്ട. ദൈവമേ, വീട് പൊളിച്ചിടുവോ? വീട് പൊളിച്ചിടല്ല ഷിൻജാനെ, ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഇവ തിരിച്ചു വരുമ്പോ വീട് ഇതേപോലെ കണ്ടാൽ മതിയായിരുന്നു. ചോപ്പയെ സൂക്ഷിക്കണേ. നമുക്ക് എന്തായാലും കാലത്തിന് നമ്മുടെ ഷിൻജാൻ വണ്ടിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടാസ്ക് നോക്കാം ഗൈസ്. ടാസ്ക് 1 തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് കേണൽ ഫ്ലൈ ഇൻ ദ എയർ. അപ്പൊ നമ്മൾ എന്തായാലും ആദ്യം പോയിട്ട് നമുക്കൊരു പ്ലെയിൻ കണ്ടുപിടിക്കണം ഗൈസ്. പ്ലെയിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ആദ്യം എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിൽ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ മോഷ്ടിച്ചോണ്ട് വരേണ്ട അവസ്ഥയാണ്. സ്വന്തമായിട്ട് എനിക്ക് പ്ലെയിനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് പോയിട്ട് പ്ലെയിൻ എടുത്തിട്ട് വരാം. എന്നാൽ ഈ ഇത്രയും പേർക്ക് ഡോർ ഇത് എവിടുന്ന് വരുന്ന ഗൈസ്? എന്റെ മോനെ, എനിക്ക് വയ്യ. കാണുമ്പോ കുറെ ഡോറാണ് ഇപ്പൊ വരുന്നത് ഗൈസ്. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്ക്. ആ ഡോറിന്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് നിങ്ങൾ ഇപ്പോഴേ തന്നെ കമന്റ് ചെയ്യുക ഗൈസ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എന്റെ ഇനി പുതിയ കണ്ടന്റ് ചെയ്യാനുള്ള എനിക്ക് മോട്ടിവേഷൻ. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാം ഗൈസ്. അങ്ങനെ നമ്മളാണെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ആ പ്ലെയിൻ കണ്ടുപിടിക്കലാണ് കുറച്ച് പാട്. ഇതിപ്പോ പ്ലെയിൻ ഇതിപ്പോ എവിടെ പോയി കെടുക്കുന്ന? ഈ സൈഡിലെങ്ങാനും കാണാൻ പറ്റുമോ? അങ്ങനത്തെ ടൈപ്പ് പ്ലെയിൻ കൊണ്ടുപോയിട്ട് നമുക്ക് കേണലിനെ ഫ്ലൈ ചെയ്യിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവം പിടിക്കണം. കാരണം ഒന്നാമതേ ഫ്രാങ്ക്ലിൻ ഇത്തിരി പ്ലെയിൻ സ്റ്റണ്ടിലൊക്കെ ഇത്തിരി സ്കില്ല് കൂടിയ ആളാണ്, നിങ്ങൾക്ക് അറിയാലോ.
അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രാവശ്യം എവിടെ പോയി തപ്പു ഞാൻ? ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി ഇവിടെ എങ്ങനെ കിട്ടി ഗൈസ്, കിട്ടി 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 ഗൈസ്. അങ്ങനെ നമ്മളിവിടെ ഒരു പ്ലെയിൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ പ്ലെയിൻ എടുത്തിട്ട് ആദ്യം നമുക്ക് നമ്മുടെ സ്കില്ലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം കേണലിന്റെ അടുത്തേക്ക് പോയിട്ട് ആളുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അമ്മച്ചി അങ്ങനെ കേറിയിട്ടുണ്ട് ഗൈസ്. അല്ലേ ഇതെന്തോ എന്റെ തലയിലെന്തുവാ? ഓ കിടുക്കാച്ച് പ്ലെയിൻ. എന്തായാലും നമുക്ക് പ്ലെയിൻ വെച്ച് നമ്മുടെ സ്കില്ലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. എന്റെ മോനെ ഇതെന്തോ പൊങ്ങട് പൊങ്ങ് പൊങ്ങ്. അല്ലേലും ഫ്രാങ്ക്ലിന് ഇത്ര കില്ലാടി തന്നെ പ്ലെയിനൊക്കെ ഓടിക്കുക. ഞാനീ അധികം സ്പീഡൊന്നും ഇല്ല അല്ലേ. അമ്പോ കിടുക്കാച്ച് പൊങ്ങ് പൊങ്ങ് പൊങ്ങ്. ഇപ്പൊ ബിൽഡിങ്ങെ പോയി ഇരിക്കും ഞാനിപ്പോ. അയ്യോ ഓക്കെ 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 കൊള്ളാം ഗൈസ്, കൊള്ളാം കൊള്ളാം. അയ്യോ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് നമ്മുടെ കുറച്ച് സ്കില്ലും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. എന്റെ മോനെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകണം. വേണ്ട 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 ചത്തു ചത്തു ചത്തു. നമുക്ക് എന്തായാലും നേരെ ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങ് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. എന്റെ മോനെ ഞാൻ ഇന്നൊരു പൊളിക്കും. എന്റെ അമ്മ ഏതാ റോട്ടിലെത്തിന്റെ എല്ലാവരും സംയമനം പാലിക്കുക. ഞാനൊന്ന് പൊക്കോട്ടെ. ആദ്യത്തെ അങ്ങനെ സക്സസ്ഫുള്ളി വേസ്റ്റ് ആയിട്ട് നമുക്ക് എന്തായാലും വണ്ടി ഇത് ഇവിടെ റോട്ടിൽ വീഴും ചെയ്ത് ഇല്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പാടുകളെ നമുക്ക് എന്തായാലും റോട്ടിൽ കൂടെ ഓടിച്ച് പറത്താം. അതൊക്കെ അല്ലേ ഗൈസ് ഒരു സ്കില്ല് അല്ലേ? അമ്മ പെനച്ച്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അത് എത്തണതിന് മുമ്പ് പറത്തണം. അതെ അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നത് ഗൈസ്, അതിന് മുമ്പ് പറത്തണം. അതൊരു സ്കില്ലാണ് ഗൈസ്. ഏതാ ഞാനൊരു കില്ലാടി തന്നെ. ഇതെന്താ പൊങ്ങാത്ത? പൊങ്ങി 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 ഗൈസ് പൊങ്ങി. കുറച്ച് ഹൈറ്റിൽ പോയിട്ട് നമുക്ക് സ്കില്ല് കാണിക്കാം, അതായിരിക്കും ബെറ്റർ. നമ്മളെന്തായാലും കിടുക്കാച്ച് തന്നെ ഗൈസ് പ്ലെയിൻ ഓടിക്കാൻ. എന്റെ മോനെ അയ്യോ ഇരുന്നേനപ്പം അതിന്റെ മുകളിൽ. ഇനി നമുക്ക് എന്തായാലും സ്കില്ലൊക്കെ കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുറച്ച് സ്കില്ലൊക്കെ കാണിച്ച് സെറ്റായാൽ മാത്രം നമുക്ക് കേണലിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കേണലിനെ പറപ്പിച്ചാൽ മാത്രം. പിന്നെ പാരച്ചൂട്ട് എടുക്കാൻ വിട്ടുപോയാ ഞാൻ. ഇല്ല എൻ്റെ കയ്യിൽ പാരച്ചൂട്ട് ഇടുന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഞാൻ ഇഷ്ടപോലെ രക്ഷപ്പെടും. അല്ലേ നമുക്ക് എന്തായാലും പോയിട്ട് കേണലിനെ പിക്ക് ചെയ്യാൻ പോകും. ആളാണ് ഈ മിലിറ്ററി ബേസിലുണ്ടാവും. അപ്പോൾ എന്തായാലും കേണലിനെ പോയി പിക്ക് ചെയ്യണം. പിക്ക് ചെയ്താൽ മാത്രം നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലെയിൻ കൊള്ളാം കേട്ടോ. ഉൾഭാഗം നോക്കി നോക്കട്ടെ. എന്റെ മോനെ ബിൽഡിംഗ് അല്ല കാണുന്നത്. ഇപ്പൊ കാഴ്ച കണ്ടുപോയിട്ട് ഞാനിപ്പോ ആ ബിൽഡിംഗ് കുരുങ്ങിയിരുന്നേനെ. ഗീസ് അങ്ങനെ നമ്മളാണെങ്കിൽ മിലിറ്ററി ബേസ് എത്താറായിട്ടുണ്ട് കേട്ടോ. കേണൽ എന്തായാലും അവിടെ കാണാം. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോയിട്ട് ആളെ പോയി പിക്ക് ചെയ്തിട്ട് വരാം. ഇനി ഇവിടെ പോയിട്ട് കേണലിനെ എങ്ങനെ കണ്ടുപിടിക്കും? ആളിനെ എവിടെ പോയിട്ടാ നിൽക്കുക? നമുക്ക് എന്തായാലും ഈ സൈഡിലെങ്ങാനും നിർത്താം വണ്ടി. അല്ല ഇതിപ്പോൾ ലാൻഡ് ചെയ്യണ്ടേ? ലാൻഡിങ് ഒക്കെ കണ്ടാലാളുടെ ഇമ്പ്രഷൻ കൂടാൻ ചാൻസ്. ഇതിപ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്യും. എൻ്റെ മോനെ പണിപ്പാളി 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 പണിപ്പാളി. അയ്യോ കുത്തു കുത്തു. ബ്രേക്ക് എവിടെ? വണ്ടിയുടെ ബ്രേക്ക് എവിടെ? അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വണ്ടി അടിയിൽ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ കുഞ്ഞ് ഇത് എളുപ്പമല്ല കേട്ടോ, ഇത് എളുപ്പമല്ല. ഇതെങ്ങാനും ഞാൻ വീണെങ്ങാനും വണ്ടി എങ്ങാനും പൊട്ടി തെറിച്ചെങ്കിൽ തീർന്ന് ഗൈസ്. കേണലിൻ്റെ ഇമ്പ്രഷൻ അതോട് കൂടെ തീർന്നേനെ. ഇനിയിപ്പോൾ ഇതിലിവിടെ കേണലിപ്പോൾ എവിടെ നിൽക്കുന്നു? ഞാൻ ആളെവിടെ പോയി കണ്ടുപിടിക്കും? അതേ അവിടെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇനി അതിലും എല്ലാം ആയിരിക്കും കേണല്. അയ്യോ അതെ നമുക്ക് ഇത് ഇവിടെ ഇട്ടിട്ട് നമുക്ക് കേണലിനെ തപ്പണമായിരിക്കും ബെറ്റർ. ഗൈസ് നമുക്ക് എന്തായാലും ഇനി കേണലിനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഒക്കെ പോകുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോ മിക്കവാറും കേണൽ ഇത് ഏത് ഭാഗത്തായിരിക്കും? പക്ഷേ ഈ ഹെലികോപ്റ്റർ കൊള്ളാം കേട്ടാ. ഇനി കേണൽ ഇപ്പൊ എവിടെയാണോ ഗൈസ്? ഇനി ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ ഭാഗത്ത് എവിടെയോ ആണ്. അവിടെ വലിയ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് നോക്കി നോക്കാം. ഇവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട്? നമുക്ക് ചോദിച്ചു നോക്കിയല്ലേ കേണൽ എവിടെയാന്ന്. സാറേ ഈ കേണൽ സാർ എവിടെയാണ്? ഇവര് പറയണെന്ന് വെച്ചാൽ കേണൽ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണെന്ന്. ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് ഞാനിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കും? എന്റെ മോനെ എനിക്ക് വയ്യ. ഒരു ടാസ്കുകാരനിപ്പോ വന്ന് കേണലിനെ വരെ കണ്ട അവസ്ഥ. ആളെങ്ങാനിനി വരാൻ പറ്റില്ല എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ തീർന്നു. എന്റെ മോനെ ടാങ്ക് ഒക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ടാസ്കിന് വന്നത് ഓർമ്മയുണ്ടോ? ഇതേപോലെ ഒരു ടാങ്ക് വന്ന് തന്നെ ചെയ്യോ തെറിപ്പിച്ചൊരു തെറിപ്പിക്കലുണ്ട്. അങ്ങനെ കേണലിനെ കണ്ടിട്ടുണ്ട്. ആളെന്ത് ഫോൺ കോളിലൊക്കെ തോന്നുന്നു. നമുക്ക് എന്തായാലും കൂടെ പോയേക്കാം. ഹലോ സാറേ. ഹലോ ഹലോ ഹലോ. മൈൻഡിലല്ലോ ആളെന്തോ ഒരു മൈൻഡിലാണ്ട് പോകുന്നത്. നമുക്ക് എന്തായാലും ആള് നടന്നു പോകാം. ആളുടെ കൂടെ നടന്ന് സംസാരിക്കാം. ഹലോ 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 കേണൽ സാറേ, കേണൽ സാറേ. സാറേ എനിക്ക് സാറിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. സാറേ അതെ ഞാനാണെ കിടുക്കാച്ചായിട്ട് പ്ലെയിൻ ഒക്കെ ഓടിക്കും. സാറേ എന്റെ കൂടെ ഒന്ന് വന്നിട്ട് അതൊക്കെ ഒന്ന് കാണാവോ? സാറേ എന്റെ കൂടെ ഒന്ന് വരുമോ സാറേ? സാർ അങ്ങനെ പറയല്ലോ സാറേ. പ്ലീസ് 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 പ്ലീസ്. ചക്കര സാറല്ലേ, വാ സാറേ. പൊന്ന് സാറേ ഒന്ന് വാ എന്റെ കൂടെ. വേണേ വല്ല മിഠായി ബജ്ജി എന്താന്ന് വെച്ചാൽ മേടിച്ചത്. സാറ് കേണലായോണ്ടോ സാറേ ഞാൻ പറഞ്ഞ. എന്റെ ഒന്ന് വാ സാറേ, ഒന്ന് വാ. ശരി 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 ഞാൻ
ഗൈസ് അങ്ങനെ കേണലാണെങ്കിൽ നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്തായാലും വണ്ടിയുടെ അടുത്തേക്ക് നേരെ പോകാം ഗൈസ്. എന്റെ മോനെ ഇങ്ങനെ സമ്മതിപ്പിക്കാൻ പെട്ട പാടില്ലേ. കേണൽ സാറേ വരും സാറേ പാരച്ചൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സാർ എന്തായാലും വാ കേറി. മോനെ ഇനി സാറിനെ കണ്ടായിട്ടൊന്ന് പറപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഞാൻ ഒന്ന് പൊളിക്കും. കേറിക്കോ സാറേ, ഒന്നും പേടിക്കണ്ട, കേറിക്കോ. നമ്മുടെ സ്വന്തം വണ്ടിയാ. പാരച്ചൂട്ടൊക്കെ ഉണ്ടാവും അങ്ങേരില്. സാറേ പാരച്ചൂട്ട് ഉണ്ടോ? സാറാണെങ്കിൽ ഒന്നും മിണ്ടൊന്നുമില്ല ഗൈസ്. എനിക്കാണെങ്കിൽ പേടിയാന്നുണ്ട്. ഹാൻഡിലാവട്ടെ, നമുക്ക് എന്തായാലും ഇതും കൊണ്ട് പറത്താം. കേണൽ സാറിന് നമ്മുടെ കുറച്ച് സ്കില്ലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾക്ക് കേണൽ സാറിനെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. എന്റെ മോനെ ഇന്ന് നമ്മളൊരു പൊളിക്കും. ഇങ്ങനത്തെ കുറച്ച് സ്കില്ലൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. സാറേ എങ്ങനെയുണ്ട് എന്റെ ഡ്രൈവിംഗ്? ഇങ്ങനെയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. മിക്ക ഒരു സ്കില്ലൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. എന്റെ മോനെ അയ്യോ ഇപ്പൊ വെള്ളത്തിൽ പോയാലേ. ഏതാ ഗൈസ് എന്റെ സ്കില്ലൊക്കെ അല്ലേ? ഞാനൊരു വിഷയം തന്നെ. വെള്ളം എന്തായാലും കുറച്ച് ഹൈറ്റേക്ക് പോവാം ഗൈസ്. എന്റെ മോനെ കിടിലോ അല്ലേ? ഏതാ കേണൽ സാറിന്റെ കീഴിലൊക്കെ പോയെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ എന്റെ പറത്തല് കണ്ടിട്ട്. എന്റെ മോനെ ഞാൻ ഇന്നൊരു പൊളിക്കിട്ട് കറക്കൊക്കെ കറങ്ങിട്ട് സാറിന് പേടിപ്പിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മുടെ കേണൽ സാറിന്റെ പാരച്ചൂട്ട് ഉണ്ടാവുക. നമുക്ക് എന്തായാലും ഇനി അടുത്ത പരിപാടി ലെറ്റ്സ് ഗോ. നമുക്ക് ചാടിക്കുക. കേണൽ സാറ് ചാടിക്കോ. അതെ, കേണൽ സാറിന് ചെറുതായിട്ട് ഇതുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. പാരച്ചൂട്ട് ഉണ്ടായിരുന്നില്ല കേണൽ സാറിന്. ആള് വെള്ളത്തിൽ പോയി. സാരില്ല ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. വണ്ടി എടുത്തിട്ട്. എന്റെ മോനെ ഇപ്പൊ പണി പാളും. ഡാർക്ക് മാൻഷൻ അല്ലേ? നമ്മളാണെ അയൺമാന്റെ വീട്ടിലാണല്ലോ എത്തിയത്. അതെന്തായാലും കൊള്ളാം നന്നായിട്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഏതല്ലേ ഞാനൊരു കിടുക്കാച്ച് തന്നെ. അങ്ങനെ ഫസ്റ്റ് ടാസ്ക് ഈസി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടാസ്ക് രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് നോക്കട്ടെ പേപ്പർ.